ജാർഖണ്ഡ് സ്വദേശികളായ അച്ഛനമ്മമാർ ഐസിയുവിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഉടൻ ശിശുക്ഷേമ സമിതിക്ക് കൈമാറും. 1.5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് നിധിയെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നത്. വിവരങ്ങളുമായി അഞ്ജലി ശ്രീജിതാരാജ് ചേരുന്നുണ്ട്. അഞ്ജലി, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് കുട്ടിക്ക് നിധി എന്ന് പേരിട്ടത്. നിധിയെ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി അഞ്ജലി ചേരുന്നു. അഞ്ജലി, ശിശുക്ഷേമ സമിതിയിലേക്ക് ഒരു പുതിയ കൂട്ടുകാരൻ കൂടി വരുന്നു. ഈ കുഞ്ഞിന്റെ അച്ഛനമ്മമാരിപ്പോൾ കടന്നു കളഞ്ഞു. അവർ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉണ്ടാവണമെന്നില്ല, അല്ലേ? അത് തീർച്ചയായും അരുൺകുമാർ. പെൺകുഞ്ഞാണ്, നിധി എന്നാണ് കുഞ്ഞിൻ്റെ പേര്. കുഞ്ഞ് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളായിരുന്നു. അവർ കോട്ടയത്തുള്ള ഒരു ഫിഷ് ഫാമിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. തുടർന്ന് പ്രസവവുമായി ബന്ധപ്പെട്ടാണ് അവർ നാട്ടിലേക്ക് തിരിച്ചു പോയത്. ആ ഘട്ടത്തിൽ ട്രെയിനിൽ വെച്ച് പ്രസവ വേദന അനുഭവപ്പെട്ടായിരുന്നു കുഞ്ഞിനെ അവരെ അടുത്തുള്ള, അതായത് ജനറൽ ആശുപത്രിയിലായിരുന്നു കുഞ്ഞിനെ അവരെ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്ന് കുഞ്ഞ് ഡെലിവറി ആയി, അതായത് പ്രസവിച്ചു. പിന്നീട് കുഞ്ഞിന്, അതായത് 90 ഗ്രാം മാത്രമായിരുന്നു കുഞ്ഞിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഐസിയുവിന് വേണ്ടിയിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക്, അതായത് ഐസിയുവിൽ പ്രവേശിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് വെന്റിലേറ്ററിൽ കുഞ്ഞിനെ പ്രവേശിപ്പിക്കേണ്ടതുകൊണ്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് ആണ് കുഞ്ഞിനെ, അതായത് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അച്ഛനമ്മമാർ കടന്നു കളഞ്ഞത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് പോയ കുഞ്ഞിനെ ഈ ഒരു 1.5 മാസക്കാലം ശുശ്രൂഷിച്ച നഴ്സുമാരെ നമുക്കൊപ്പം ഉണ്ട്. കാരണം മറ്റൊരു അമ്മമാരെയാണ് നമ്മളിവിടെ കാണുന്നത്. അത്രമാത്രം സ്നേഹത്തോടെയാണ് ഈ ഒരു അമ്മമാർ കുഞ്ഞിനെ പരിചരിച്ചത്. എങ്ങനെ, അതായത് 1.5 മാസം കുഞ്ഞിനെ നിങ്ങൾ പരിചരിച്ചു? 1.5 മാസം കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ തീരെ വെയിറ്റ് കുറഞ്ഞ് വന്ന ബേബിയാണ്. പിന്നെ ഞങ്ങൾ ഒരു 2 മണിക്കൂർ കൂടുമ്പോഴും ഫീഡ് കൊടുക്കും. അത് കഴിഞ്ഞ് വെയിറ്റ് കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ 90 മാസം എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ എങ്ങനെയായിരുന്നു? വളരെ മോശമായിട്ടുള്ള ആരോഗ്യനിലയായിരുന്നു. വന്നപ്പോൾ വളരെ വെയിറ്റ് കുറവും ആരോഗ്യനില മോശമായിട്ട് തന്നെയാണ് വന്നത്. വന്നപ്പോൾ ഓക്സിജനിലായിരുന്നു. പിന്നെ നമ്മൾ ഫീഡ് കൊടുക്കുന്നത് ട്യൂബ് വഴിയായിരുന്നു. അത് കഴിഞ്ഞ് 36 വീക്സ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഗോകർണം വച്ച് നമ്മൾ ഫീഡ് കൊടുത്തത്. മിൽക്ക് ബാങ്കിലെ പാലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഓക്കെ ആയി കഴിഞ്ഞ ശേഷമാണ് ബേബി ഇപ്പോൾ 2.5 വെയിറ്റിലേക്ക്. 1.5 മാസം സ്വന്തം കുഞ്ഞിനെ പോലെ നിങ്ങൾ അതിനെ വളർത്തിയപ്പം ഇപ്പം കൈമാറുമ്പം എങ്ങനെ, ഏത് രീതിയിലാണത്? വിഷമം ഉണ്ടെന്നറിയാം. എല്ലാ സ്റ്റാഫിനും തന്നെ നല്ല വിഷമമുണ്ട്.